പറയാണ്ട് ഈ സ്ക്രീനിൽ കാണണം. അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. അതെ, കണ്ടിട്ടുണ്ടല്ലോ ഇപ്പോഴാണ് കണ്ടിട്ട് അതിന്റെ ആ ഒരു എന്താ പറയാ ഇഫക്റ്റും സൗണ്ട് സിസ്റ്റം എല്ലാം കൂടി ആ മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടറുടെ ആ ഒരു എന്താ പറയാ പറയാൻ വാക്കുകളില്ല. അത്ര സൂപ്പറായിട്ടുണ്ട് കണ്ടായിരുന്നു. പക്ഷെ അതിന് എത്രയോ എന്താ പറയാ ഭയങ്കര ഇഫക്റ്റ് ആയിരുന്നു സൗണ്ട് ഇതും എല്ലാം. എന്താ പറയാ തുള്ളിച്ചാടാ മമ്മൂക്ക വട്ട ഫാനാണോ? കാണുമ്പോ തന്നെ സല്യൂട്ട് അടിക്കാൻ തോന്നുന്നു. അത്ര 5 വയസ്സുള്ളപ്പോളെ മമ്മൂക്കയുടെ എന്റെ ഇപ്പൊ ഞാൻ വാൾപേപ്പർ കാണിച്ചതേ ഞാൻ കട്ട ഫാനാണ്. അതേ കണ്ട മമ്മൂക്കയുടെ അടുത്ത പടത്തിനുള്ള പോസ്റ്ററാണ് ബസൂക്ക എന്ന് പറയും. എന്താന്ന് അറിയാൻ പാടില്ല, സൂപ്പർ പടം. എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇക്കാണ് ഇക്ക അറിയാലോ വല്യേട്ടൻ എന്ന് പറയുമ്പോൾ പുതിയൊരു ടെക്നോളജിയാണ് വന്നിറങ്ങിയിട്ടുണ്ട്. സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ഏറ്റു സെറ്റ് എല്ലാം മാറിയിട്ടുണ്ട്. 99% മാറ്റങ്ങളുണ്ട്. പക്ഷെ 1% മാത്രം മാറിയിട്ടില്ല. അത് ഞങ്ങളെ സാറാണ് നമുക്ക് ഇന്നും കുറേ ലെവലിൽ എല്ലാവരും ആ മമ്മൂക്കാരെ കാണുമ്പോൾ എല്ലാവരും കൈയടിച്ചുകൊണ്ടിരിക്കും. ബാക്കി ടെക്നിക്കൽ വശങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാം മാറിയിട്ടുണ്ട്. അടിപൊളിയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വല്യേട്ടൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മൾ കാണുമ്പോൾ പറയുമ്പോൾ അറിയാലോ ടി വിയിലെല്ലാം കാണുന്നത് 1500 പരസ്യം അങ്ങനെയൊക്കെ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഫുൾ ലെങ്ത്തിൽ ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ്. ഇത് ഹിറ്റ് പടമല്ലേ. ഇനി ഇതിനെ കുറിച്ച് എന്താ പറയുക, ഇതില് അതിന്റെ മേക്കിങ്ങും ഇതൊക്കെ ഇപ്പൊ വീണ്ടും 4K ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് മലയാള സിനിമയിൽ നിന്ന് വിട്ടുപോയവര് അവരെയൊക്കെ നമുക്ക് വീണ്ടും കാണാൻ പറ്റി. നല്ലൊരു സിനിമ ഈ തലമുറക്ക് വീണ്ടും കാണാൻ പറ്റും. വല്യേട്ടൻ 4K ഡോൾബി അറ്റ്മോസില് റീമാസ്റ്റർ വേർഷൻ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ കണ്ട മൂവി ആണെന്നുണ്ടെങ്കിലും പക്ഷെ ഒരു റീമാസ്റ്റർ വേർഷൻ വരുമ്പോഴേക്കും ഡബിൾ എക്സൈറ്റഡ് ആണ്. നല്ല മൂവിയാണ്. ലൈക്ക് അതിൻ്റെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും നല്ല രസമുണ്ട്. സോ ഇറ്റ്സ് എ ബ്രില്യന്റ് മൂവി ആക്ച്വലി. എല്ലാവരും നല്ല രീതിയിലാണ് റീവർക്ക് ചെയ്തേക്കുന്നത്. മമ്മൂക്ക വീണ്ടും ഒരു മാസ് ഡയലോഗ് പറയുന്നത് അവിടെ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ കണ്ട മൂവിയാണെന്നുണ്ടെങ്കിലും പിന്നെയും അത് ആ ഒരു മാസ് ഡയലോഗ്സ് ഒക്കെ കേൾക്കാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ലൈക്ക് ശരിക്കും പറഞ്ഞാൽ ഗൂസ് ബംസ് ആണ് വന്നത്. പിന്നെയും ബിഗ് സ്ക്രീനിൽ ഒന്ന് കൂടിയിട്ട് റീവാച്ച് ചെയ്യുമ്പോഴേക്കും നല്ലായിരുന്നു. മമ്മൂട്ടി മാത്രമല്ല, മമ്മൂട്ടിയാണ് മെയിനെങ്കിലും പക്ഷേ കലാഭവൻ മണി അതേപോലെ വർഗീസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിന്നെയും ഒരു പ്രാവശ്യം കൂടിയിട്ട് ബാക്ക് ടു തിയേറ്റേഴ്സ് കാണാനായിട്ട് ഉള്ളൊരു ചാൻസ് ആയിരുന്നു. സോ നല്ലൊരു എക്സ്പീരിയൻസ്. സിനിമയെ പറ്റി ചോദിക്കേണ്ട കാര്യമില്ല. സിനിമ ഓൾറെഡി ടെക്നിക്കൽ സൈഡാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ എന്താ പറയുക നമ്മൾ മിസ് ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ. മണിച്ചേട്ടനെ കണ്ടപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ, സുകുമാരി ചേച്ചി, ക്യാപ്റ്റൻ രാജ് സാറ് അങ്ങനെ എന്തോരം ആർട്ടിസ്റ്റുകളായിരുന്നു അതിൽ. അവരെ കണ്ടപ്പോൾ വീണ്ടും ഒരു സന്തോഷം തോന്നി സ്ക്രീനിൽ. ഒരു 4K അറ്റ്മോസ്ഫിയർ കാണുക എന്ന് പറയുമ്പോൾ പഴയ പടങ്ങൾ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പഴയ ക്വാളിറ്റി കിട്ടുമെന്നൊരു പേടിയുണ്ടാവും. ഇല്ല അങ്ങനെയൊന്നുമില്ല. എടാ ഇത് നമ്മളിങ്ങനെ ഓരോ ഐറ്റത്തിൽ ഇങ്ങനെ നിന്നങ്ങ് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. രാജമണി സാറിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തിന്റെ RR ഉണ്ട്, വേറെ ലെവലാണ്. 2020 ഒക്കെ ചെയ്ത ഓർമ്മയില്ലേ, അതാണ് പൊളി. എല്ലാത്തിൻ്റെയും പഞ്ചിങ് മ്യൂസിക്കാണ്. ഞാൻ പണ്ടിത് മിമിക്രിയിൽ ഞാൻ അനുകരിച്ചിട്ടുണ്ട് ഈ മ്യൂസിക്, ഈ സെയിം സാധനം. ഓക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് വീണ്ടും മാസ് ഡയലോഗുകളായിട്ടല്ലേ നമുക്ക് വീണ്ടും മാസ് ഡയലോഗുകളായിട്ട് സ്ക്രീനിൽ വീണ്ടും ഇപ്പോഴും ട്രെൻഡിങ് ആണല്ലോ കല്യാണ വീഡിയോയിലൊക്കെ. അത് സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഫീൽ? എല്ലാം നല്ല തന്നെയാണ്. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. ട്രെൻഡിങ് ആണ്. അതെ പാട്ടൊക്കെ അടിപൊളിയല്ലേ, എല്ലാം ഗംഭീരം. ഓക്കെടാ.